ജീവൻ രക്ഷ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 20ാം വാർഷികത്തോടനുബന്ധിച്ച് കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രം സന്ദർശിക്കുകയും അച്ഛനമ്മമാർക്കായി ഉച്ചയ്ക്കുള്ള ഭക്ഷണം സ്പോൺസർ ചെയ്യുകയും ചെയ്തു. ഇതിനോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനത്തിൽ സമുദ്രതീരം ചെയർമാൻ റുവൽ സിംഗ് എം അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി നേതാജി ബി രാജേന്ദ്രൻ, ജനറൽ സെക്രട്ടറി സി ശശിധരൻ, ചെയർപേഴ്സൺ ഗിരിജ മാധവൻ വൈദ്യർ, വൈസ് പ്രസിഡന്റ് ഷീജ മണികണ്ഠൻ, എക്സിക്യൂട്ടീവ് മെമ്പർ വി വിജയൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ജീവൻ രക്ഷാ ചാരിറ്റബിൾ ട്രസ്റ്റ് കഴിഞ്ഞ 20 വർഷക്കാലമായി പ്രവർത്തിച്ചു വരികയാണ്. നിരവധി സാമൂഹിക സാംസ്കാരിക ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ ഈ സംഘടന നടത്തി വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായി നടക്കുന്നത് കേരളത്തിൻ്റെ ഏത് ഭാഗത്തായാലും അവിടെയുള്ള ജനങ്ങൾക്ക് ഇതിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ ശ്രീ ശശിധരൻ സാറിൻ്റെ മേൽനോട്ടത്തിൽ ആശുപത്രിയിലായാലും എവിടെ ആയാലും ബ്ലഡ് കൊടുക്കുന്നതിനുള്ളൊരു സംവിധാനം വളരെ ഭംഗിയായി നടന്നു വരികയാണ്. സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന ഇതിൻ്റെ വൈസ് പ്രസിഡൻറ്റ് ശ്രീമതി ഷീജ മണികണ്ഠൻ, അതുപോലെ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ഓഫീസിൻ്റെ ചുമതല വഹിക്കുന്ന ഇതിൻ്റെ ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള ശ്രീമതി ഗിരിജ മാധവൻ വൈദ്യൻ, റെഡ് ക്രോസ് സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ശ്രീ പി വിജയൻ, അതുപോലെ നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ സമുദ്രതീരം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ എല്ലാമായ ശ്രീ റുവൽ സിംഗ്, ബഹുമാന്യരായ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുടുംബാംഗങ്ങൾ, ഈ സംഘടനയുടെ 20ാം വാർഷികം പ്രമാണിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ കൊല്ലം ചേംബർ ഓഫ് കൊമേഴ്സിൽ വെച്ച് അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം കൂടുകയും വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളും നടത്തുകയുണ്ടായി. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ആദ്യമായി നമ്മുടെ ഈ സമുദ്ര തീരത്ത് എത്തുവാനും ഇവിടെയുള്ള അമ്മമാരെയും അച്ഛന്മാരെയും സഹോദരന്മാരെയുമായി ഒരു സംവാദം ഏർപ്പെടുത്തുവാനും വേണ്ടിയാണ് നമ്മളിവിടെ വന്നത്. ആ സംവാദം ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബന്ധപ്പെടുകയും ആശയവിനിമയം നടത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ സംഘടനയെ സംബന്ധിച്ച് 2 സംഘടനകളും, സമുദ്രതീരം എന്ന് പറയുമ്പോൾ ശ്രീ റുവൽ സിംഗും ഉൾപ്പെടെയുള്ള ഇവിടുത്തെ കുടുംബാംഗങ്ങൾ നിങ്ങളോട് കാണിക്കുന്ന കാരുണ്യം, ഇവിടെ വന്നു പോകുന്ന കാരുണ്യവൽക്കരണത്തിന് വേണ്ടി വന്നെത്തിയിട്ട് പോകുന്ന ജനങ്ങൾ, നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അവരൊക്കെ വരികയും പോവുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഈ പ്രസ്ഥാനത്തിൻ്റെ എല്ലാമായ ശ്രീ റുവൽ സിംഗ്, അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഈ മാതാപിതാക്കളോടൊപ്പം ചെലവഴിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഉത്തരോത്തരം ഭംഗിയായി നടത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റെല്ലാ മേഖലകളിലും നമ്മൾക്ക് കൂടുതലായി ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഉള്ള ആളുകൾക്ക് വേണ്ടി ഏകദേശം 35 പേരുണ്ട്. ഏകദേശം 35ഓളം വരുന്ന സഹോദരി സഹോദരന്മാരും അമ്മമാരും അച്ഛന്മാരുമാണ് ഇന്നിവിടെ ഉള്ളത്. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സജീവമായി പങ്കെടുക്കുകയും ഓരോ ദിവസം കഴിയും തോറും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർവാധികം ഭംഗിയായി നടത്തുവാനും സാധിച്ചു വരുന്നു. ഞങ്ങളൊക്കെ കൊല്ലത്ത് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ പ്രവർത്തകരാണ് ബഹുഭൂരിപക്ഷവും. ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീ ഷീജ മണികണ്ഠൻ ഇന്ന് ഇവിടെ വരുന്നതിനും ഇവിടെ ഉള്ള ആളുകളുമായി ഒന്ന് ബന്ധപ്പെടാൻ വേണ്ടി നമ്മുടെ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറിയോടും അതിൻ്റെ ചെയർപേഴ്സണോടും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളെല്ലാം, ഞാനും ശ്രീ വിജയനും ഒക്കെ ഇവിടെ വന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ദൈവത്തിൻ്റെ കാരണത്താൽ
നല്ല രീതിയിൽ നടക്കുന്നു എന്നറിഞ്ഞതിൽ തന്നെ സന്തോഷമുണ്ട്. ഭാവിയിലും അങ്ങനെ തന്നെ പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ്. ഒരു മഹാഭാഗ്യമാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം ഇപ്പോൾ ഇവിടെ സംസാരിച്ച ധ്രുവൽ സിംഗ് എനിക്ക് മകനാണോ അതെൻ്റെ സഹോദരനാണോ എന്നറിയാൻ വയ്യാത്ത ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ. അത്ര സ്നേഹമാണ് എനിക്ക് തന്നിട്ടുള്ളത്. എൻ്റെ ഓരോ ആപത്ഘട്ടങ്ങളിലും എന്നെ തിരക്കി വന്നു എനിക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്ത എനിക്ക് പറയാനാവാത്തൊരു മനുഷ്യനാണ്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനമാണ് എങ്കിലും ധ്രുവൽ സിംഗിൻ്റെ അടുത്ത് പോലും എത്താനുള്ള ഇതില്ല എനിക്ക്. അത്രയും ജീവിതം മൊത്തം ഈ പബ്ലിക്കിന് ലോകത്തിന് വേണ്ടി കാഴ്ചവെച്ച ഒരാളാണ് ധ്രുവൽ സിംഗ്. അദ്ദേഹത്തെ ഞാനുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ഒരു സാധ്യതയില്ല. അത്ര മഹത് കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ സംഘടനയെക്കുറിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പുതിയ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനായിട്ടുള്ള ഒരു ആരംഭ നടപടിയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഈ വർഷം തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പ്രധാന വിഷയവും മുതിർന്നവർക്ക് വേണ്ടിയാണ്. അവരുടെ സംരക്ഷണവും പരിപാലനവും നമ്മുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ എല്ലാ മാതാപിതാക്കളുടെയും ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ലോകം. നമ്മുടെ എല്ലാ സുഖസൗകര്യങ്ങളും അവരിൽ നിന്നും കിട്ടിയതാണ്. ലോകരക്ഷയ്ക്കായി ജന്മം തന്ന് വളർത്തി വലുതാക്കി ലോകത്തിൻ്റെ രക്ഷയ്ക്കായി അവർ നമ്മളെ പ്രാപ്തരാക്കി ലോകത്തിന് സമർപ്പിച്ചു. അവരുടെ ജന്മസാഫല്യം നിറവേറി അവർ തിരിച്ച് മടക്കയാത്ര തുടങ്ങുകയായി. വന്ന വഴിയിലൂടെ ഏതവസ്ഥയിലാണോ ഈ ലോകം അവർ കണ്ണു തുറന്ന് കണ്ടത് ആ അവസ്ഥയിലേക്ക്, അതായത് കുട്ടിക്കാലത്ത് എന്തെല്ലാം വികൃതികളാണ് നമ്മൾ കാണിച്ചിരുന്നത് അതെല്ലാം അവരും അനുകരിച്ചിരിക്കും. പരിചരിക്കുമ്പോൾ ഓർക്കണം, നമ്മളാണ് അവർ. എന്ത് സ്നേഹത്തോടും ക്ഷമയോടും സഹനശക്തിയും നമുക്ക് കിട്ടിയിരുന്നു, അതിലും ഒരുപടി മുന്നിലായി മാതാപിതാക്കൾക്ക് തിരിച്ചു നൽകണം. അവരെ വലിച്ചെറിയരുത്, ശിക്ഷിക്കരുത്. ആദ്യമായി ലോകം കാണുന്ന ശിശുവിനെ പോലെ എന്ത് സ്നേഹമാണോ നമ്മൾ നൽകിയിരുന്നത് അതുപോലെ ആയിരിക്കണം മാതാപിതാക്കളോട് നാം കാണിക്കേണ്ടത്. നമ്മളും ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്ന് എപ്പോഴും നമ്മളും ഓർക്കണം. ശ്രീ ധ്രുവൽ സിംഗ് ചെയ്യുന്ന ഈ മാതൃകാപരമായ, പറഞ്ഞാൽ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ധ്രുവൽ സിംഗിനെ അനുഭവപ്പെട്ടിട്ടുള്ളത്. എൻ്റെ ഓരോ അനുഭവങ്ങളിലൂടെയും ഞങ്ങൾ ഒരുമിച്ച് ഞാൻ ജനിച്ച നാട്ടിലാണ് ധ്രുവൽ സിംഗും ജനിച്ചത്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് എല്ലാം. പക്ഷേ ഈ അർഹതയ്ക്കുള്ള അംഗീകാരം അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ മറുപടി. ഒരിക്കലും അദ്ദേഹം ചെയ്യുന്ന ഈ പ്രവർത്തനത്തിന് അതിൻ്റേതായ മികവ് ഇതുവരെ എങ്ങു നിന്നും കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അവർ സ്വന്തം വീട് പോലും ഈ ഇതുപോലെ ഇങ്ങനെയുള്ള അമ്മമാർക്കും അച്ഛന്മാർക്കും എഴുതി കൊടുത്ത ഒരമ്മ അവിടെ ആ ബാക്കിൽ ഇരിപ്പുണ്ട്. ആ അമ്മയെ കണ്ടിട്ട് പോകുമ്പോഴെല്ലാം എനിക്ക് എന്ന നിറഞ്ഞ സന്തോഷത്തോടെയാണ് ഞാൻ പോകുന്നത്. ഒരു പക്ഷേ എൻ്റെ അമ്മയാണെങ്കിൽ പോലും ഇങ്ങനെയൊന്നും ചെയ്യാൻ തയ്യാറാകില്ല. ആ അമ്മയായിരിക്കണം നമുക്ക് മാതൃക. നമ്മുടെ മാതാപിതാക്കളും വയസ്സായിരിക്കുകയാണ്. കൊല്ലം തുളസി സാർ ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ഗാന്ധി ഭവനിൽ ഒരു പ്രസംഗം നടത്തിയപ്പോൾ അദ്ദേഹം വികാരധീനായി കുറച്ച് വാക്കുകൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കളോ മരുമക്കളോ പോലും അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ. ഈ ലോകത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്നറിയില്ല. ഇനിയെങ്കിലും ഈ കുടുംബത്തിലേക്ക് ഇതുപോലുള്ള ആര് കടന്നു വരാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. സ്നേഹത്തോടെ നിർത്തുന്നു. ഇന്ന് ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിലാണ് ഇവിടെ എത്തിയെങ്കിലും വളരെയധികം അനുഭൂതിയാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. അത്ര കണ്ട് സന്തോഷത്തോടെയാണ് ഇന്ന് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. കാര്യം ഇവിടെ വന്ന് കണ്ടപ്പോഴോ ഒട്ടനവധി അമ്മമാരെയും അച്ഛന്മാരെയും എൻ്റെ സ്വന്തം അച്ഛനാണ് അമ്മയാണ് എന്ന തോന്നലോടുകൂടി അവരോട് സഹകരിക്കാനും പെരുമാറാനുള്ളൊരവസരം എനിക്ക് വീണ് കിട്ടി. അപ്പം അത്തരത്തിലൊരു സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി കടപ്പാട് അറിയിച്ചുകൊള്ളുന്നു.